കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരും കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നേരെ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആനന്ദശയനത്തിൻ്റെ ഒരു വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പീഠം കാണാം. മേൽപ്പത്തൂരിരുന്ന് ആ നാരായണീയെ എഴുതാനൊക്കെ ഇരുന്നിരുന്ന പീഠം, അതേപോലെ ആ വലിയ ഒരു കെടാവിളക്കും കാണാം. അങ്ങനെ അതും കണ്ട് തൊഴുത് നേരെ നമ്മൾ വലതേ ഭാഗത്തേക്ക് നോക്കിയാൽ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ രൂപം കാണുന്നത് എങ്ങനെ വെച്ചാൽ ഇടത്തെ കാലിങ്ങനെ പൊന്തിച്ചിട്ടുണ്ട്, ചെറിയൊരു ഉണ്ണിയാണ്. അപ്പോൾ ആ കാലിൻ്റെ മുകളിൽ കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ വലത്തെ കാലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പിടിച്ച് മുകളിലേക്ക് അന്ന് കാലിൻ്റെ പെരുവിരലിങ്ങനെ ഉണ്ണാനുള്ള ശ്രമത്തിലാണ്. ചെറിയൊരു ഉണ്ണി. അന്നിപ്പോൾ പട്ടുകോണമൊന്നും ഇല്ല കേട്ടോ. കരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, പിന്നെ മാറത്ത് ഒരു മാങ്ങാമാലയും വളയം പോലത്തെ മാലയൊക്കെ കാണാണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല പുഞ്ചിരിച്ചു കൊണ്ടാണ്. ഇത് കാലിൻ്റെ പെരുവിരൽ കിട്ടിയിട്ടില്ല, അങ്ങനെ കയ്യിൽ അങ്ങനെ കൊണ്ടു പിടിക്കുകയാണ്, അങ്ങോട്ട് വായിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് ശ്രമം വിജയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചിരിയാണ്. എന്തായാലും നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട് 2 കൈയോടും കൂടിയും വലത്തെ കാലിങ്ങനെ പിടിച്ച് കൊടുന്ന് വായിലേക്ക് എത്തിക്കുക. ഇതുണയാൻ കിട്ടിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ച വളരെ രസം. ചെറിയൊരു ഉണ്ണിയാണ്, വാരി എടുക്കാൻ തോന്നും, അത്രയ്ക്ക് മാത്രം ഹൃദ്യമായതാണ്. അങ്ങനെ തിരുമുഖത്തേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട് തിരുനെറ്റിയിൽ. അതേപോലെ കാതിൽ 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. തിരുമുടിമാലകളുണ്ട്, 2 തിരുമുടിമാല ഉണ്ട്. തെച്ചിയുടെയും വെളുത്ത പൂവിൻ്റെയും കൂടി ഒന്നും, തെച്ചിയും തുളസിയും കൂടി ഉള്ളതും. അതേപോലത്തെ ഉണ്ടമാലയും 2 അതും തെച്ചിയും തുളസിയും കൂടി ഉള്ളത്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടിയിട്ട് ഏകദേശം ഒരേപോലെ തന്നെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും ചാർത്തിയിട്ട് പൊന്നോടക്കുഴൽ ഒന്നും കാണാനില്ല. അപ്പോൾ അതേമാതിരി വേറൊന്നുമില്ല. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ആ തിരുമുമ്പിലാണ്. എന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിലുള്ള ചെറിയ ഉണ്ണിക്കണ്ണനെ കാണുകയാണ്, കണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. ഏത് പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം അവിടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയും അതേപോലെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലയക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാനായിട്ട് വരിക. ഗണേശൻ്റെ അടുത്ത് എത്തിയ ഗണേശനെ കാണാം. അവിടെ ഇന്ന് മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുള്ള ഒരു ഏകദേശം ചുവപ്പ് കളർന്ന കളഭം കൊണ്ടുള്ള ചാർത്ത, നല്ല രസമുണ്ട്. പിന്നെ പൗണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞ പട്ട അടുത്ത് വെച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട്, സ്വർണത്തിൻ്റെ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിനെ കാണുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം.
അവിടെ നിന്ന് ധാരാളം മാലകളുണ്ട് കേട്ടോ. ബ്രഹ്മാവിനൊക്കെ നല്ല മാലകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം താമരമാലകളുണ്ട്, തുളസി മാലകൾ മേലെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് കണ്ട് തൊഴുത് നേരെ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കാണാം. പിന്നെ അങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. എന്നൊരു വെളുത്ത മാല കാണാനുണ്ട്, വേറെ ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് കുങ്കുമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിരാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരവും അതേപോലെ ആ ഗ്രില്ലിനപ്പുറത്തുള്ള മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് വന്ന കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവര ഉണ്ണീനെ കൊണ്ടുപോകുന്ന വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തി ചന്ദനവും തീർത്തും വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ തൊഴുമ്പോൾ ഗോളക തന്നെയാണ്. പിന്നെ ചുവന്ന മാലകൾ ധാരാളമുണ്ട്, തുളസി മാലകളൊക്കെ ഉണ്ട്, അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. വീണ്ടും നമ്മളങ്ങനെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ ആ കാല് കുടിക്കാൻ ശ്രമിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴാം. അതിനുശേഷം കൂത്തമ്പലത്തിൽ വന്ന ആ കിടാവൾക്ക് കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദൈവസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തെക്കേ നടയിലേക്ക് എത്തി കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെ പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.